നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 20 ചൊവ്വാഴ്ചയാണ്. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും നിഫ്റ്റി ഇടിയുകയുണ്ടായി. എന്നിരുന്നാലും ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിന് സാധ്യതയുണ്ട് എന്നാണ്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വരാം. ഉയർന്ന കടബാധ്യത കാരണം സർക്കാരിൻ്റെ ഉയർന്ന ക്രെഡിറ്റ് റേറ്റിംഗ് താഴ്ത്തിയതിനെ തുടർന്ന് വിപണി ദുർബലമായതിനാൽ തിങ്കളാഴ്ച US ഓഹരി വിപണികൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാസ്ഡാക്ക് 0.02% നേട്ടത്തിലും S&P 500 0.09% നേട്ടത്തിലും ഡൗ ജോൺസ് 0.32% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ പുലർച്ചെ US ഫ്യൂച്ചേഴ്സ് എല്ലാം കനത്ത ഇടിവിൽ തന്നെയായിരുന്നു. 1% ഇടിവിലൊക്കെയാണ് ട്രേഡ് ചെയ്തിരുന്നത്. എന്നാലും അതിനൊക്കെ ശേഷം ഇന്നലെ ഒരു റിക്കവറിയാണ് US മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ റിക്കവറിക്ക് സഹായിച്ച പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ, കൺസ്യൂമർ സ്റ്റാപ്പിൾസ്, ഇൻഡസ്ട്രീസ്, മെറ്റീരിയൽസ്, യൂട്ടിലിറ്റീസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് നേട്ടമുണ്ടാക്കിയത്. എനർജി സ്റ്റോക്കുകളാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. S&P 500ലും വളരെ ശക്തമായിട്ടുള്ള റിക്കവറി തന്നെയാണ് കഴിഞ്ഞ മാസം കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 27 ട്രേഡിംഗ് ദിവസങ്ങൾ കൊണ്ട് S&P 500 20% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഓൾ ടൈം ഹൈ ലെവലിൽ നിന്ന് ഏകദേശം 3% മാത്രം അകലെയാണ് S&P 500 ഉള്ളത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 0.11% നേട്ടത്തിൽ, വിപ്രോ 0.34% ഇടിവിൽ, ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക്, HDFC ബാങ്ക് എന്നിവ 1% നേട്ടത്തിൽ, ഡോക്ടർ റെഡ്ഡി 1.10% നേട്ടത്തിലും ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നു. മറ്റു വിപണികളിൽ യൂറോപ്യൻ വിപണി ഇന്നലെ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ഇപ്പോൾ $1,50,000 ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യുന്നത്. അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്ക്. മൂഡീസ് എന്ന റേറ്റിംഗ് ഏജൻസി US ഡൗൺഗ്രേഡ് ചെയ്തതോടെ ഗോൾഡ് ഇന്നലെ വീണ്ടും നേട്ടമുണ്ടാക്കി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 70,040 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക്. US ഇറാൻ ആണവ ചർച്ചകൾ പരാജയപ്പെട്ടത് കൂടാതെ മൂഡീസ് US ക്രെഡിറ്റ് റേറ്റിംഗ് കുറച്ചതും ഇന്നലെ ഓയിൽ പ്രൈസുകൾ ചെറിയ രീതിയിൽ ഉയരാൻ കാരണമായി. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സമീപ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ലൈക്ക് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാറില്ല. അപ്പോൾ പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. 200 ലൈക്കുകളാണ് ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ്. ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ മുഖ്യമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ്. സുപ്രീം കോടതിയുടെ ഇന്നലെ വന്ന ഒരു വിധിയെ പറ്റിയാണ് പറയുന്നത്. AGR കുടിശ്ശികയിൽ പലിശയും പിഴയും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വോഡാഫോൺ ഐഡിയ, ഭാരതി എയർടെൽ, ടാറ്റ ടെലി സർവീസസ് എന്നിവ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളുകയുണ്ടായി. വോഡാഫോൺ ഐഡിയയും എയർടെലും ചേർന്ന് 80,000 കോടി രൂപയിലധികമുള്ള തുകയാണ് ആവശ്യപ്പെട്ടിരുന്നത്. വോഡാഫോൺ ഐഡിയ മാത്രം 45,457 കോടി രൂപ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ ഈ വിധി വോഡാഫോൺ ഐഡിയയുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. വിധിക്ക് ശേഷം അതിൻ്റെ ഓഹരികൾ 8.68% ഇടിഞ്ഞു. ഇനി ഈ മാർച്ച് മാസം വരെയുള്ള AGR കുടിശ്ശിക നോക്കിയാൽ വോഡാഫോൺ ഐഡിയയുടേത് 83,400 കോടി രൂപയാണ്. ഭാരതി എയർടെലിൻ്റേത് അത് 43,980 കോടി രൂപയുമാണ്. ഇന്ന് ഈ സ്റ്റോക്കുകളുടെ ഒരു റിയാക്ഷൻ എന്താകും എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ വോഡാഫോൺ ഐഡിയ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഭാരതി എയർടെലിനെ സംബന്ധിച്ച് ഒരു ഷാർപ്പ് ഫോളിനുള്ള സാധ്യതയൊന്നുമില്ല. ചെറിയ ഫോളിനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും അത് കുറച്ചുകൂടി സേഫർ സൈഡിൽ തന്നെയാണ്. ടാറ്റ ടെലി സർവീസസ് ഒരു സ്മോൾ ക്യാപ്പാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക്. ആദ്യം NLC ഇന്ത്യ. നെറ്റ് പ്രോഫിറ്റായി കമ്പനി രേഖപ്പെടുത്തിയത് 468.46 കോടി രൂപയാണ്. അതായത് 311% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. പക്ഷേ കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൽ 696 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ ഒരു ഇടിവാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. എംപ്ലോയി എക്സ്പെൻസുകൾ വർദ്ധിച്ചതാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് അതിൽ ഒരു ഇടിവുണ്ടാവാൻ കാരണമായത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഉള്ളത് 3,972 കോടി രൂപയിലാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 4,034 കോടി രൂപയായിരുന്നു റവന്യൂ ആയിട്ടുണ്ടായിരുന്നത്. റവന്യൂവിൽ ഒരു ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കമ്പനി ഡിവിഡൻഡായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ₹1.50. മറ്റൊരു കമ്പനി പെട്രോനെറ്റ് LNG ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 45% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത്. 1,070 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10% ഇടിവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്ത് ബോറോസിൽ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 120% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 11 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 5 കോടി രൂപ മാത്രമായിരുന്നു ലാഭമായിട്ടുണ്ടായിരുന്നത്. റവന്യൂവിൽ 15.8% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 270.2 കോടി രൂപയിലാണുള്ളത്. എബിറ്റയിൽ 13.7% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് ബെൽ എന്ന കമ്പനിയുടെ റിസൾട്ടാണ്.
ഭാരത് ഇലക്ട്രോണിക്സ്. നെറ്റ് പ്രോഫിറ്റിൽ 18% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി 2127 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. ഫൈനൽ ഡിവിഡൻഡായി കമ്പനി 0.90 രൂപയാണ് പെർ ഷെയർ എന്ന രീതിയിൽ പ്രഖ്യാപിച്ചത്. അടുത്ത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ഫ്ലാറ്റ് ആയിരുന്നു. 4143 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് പുറത്തു വന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 4166 കോടി രൂപയായിരുന്നു ലാഭമായിട്ടുണ്ടായിരുന്നത്. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ പ്രോഫിറ്റിൽ ഒരു വർധനവ് കാണാനുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 2.48% വർധനവാണ് രേഖപ്പെടുത്തിയത്. 12275.35 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കമ്പനി ഫൈനൽ ഡിവിഡൻഡായി 1.25 രൂപ പെർ ഷെയർ എന്ന രീതിയിലാണ് പ്രഖ്യാപിച്ചത്. മറ്റൊരു കമ്പനി DLF ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 59% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 4357 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ഇതുകൂടാതെ 21,223 കോടി രൂപയുടെ വിൽപ്പന കൈവരിക്കാനും DLFന് കഴിഞ്ഞു. വാർഷിക ലക്ഷ്യം 17,000 കോടി രൂപയായിരുന്നു. അതായത് 44% വർധനവാണ് സെയിൽസിലുണ്ടായിരിക്കുന്നത്. അതും വളരെ പോസിറ്റീവ് തന്നെയായിരുന്നു. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ പേരൊന്ന് നോക്കാം. 63 മൂൺസ്റ്റെക്, ആസ്റ്റർ DM ഹെൽത്ത് കെയർ, കോസ്മോ ഫസ്റ്റ്, ഇമാമി പേപ്പർ മിൽസ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, ഗബ്രിയൽ ഇന്ത്യ, ഗ്ലാൻ ഫാർമ, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, ഇൻഡോടെക് ട്രാൻസ്ഫോമേഴ്സ്, JK ടയർ, കിർലോസ്കർ ഇൻഡസ്ട്രീസ്, മാക്സ് ഹെൽത്ത് കെയർ, NHPC, പേൾ ഗ്ലോബൽ എന്റർപ്രൈസ് ഇൻഡസ്ട്രീസ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, വേൾപൂൾ, സൈഡസ് ലൈഫ് സയൻസ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ടിറ്റാഗ്രാം, മണപ്പുറം ഫിനാൻസ്, ഹിൻഡ് കോപ്പർ തുടങ്ങിയവയാണ്. മറ്റൊരു കാര്യമുള്ളത്, ട്രേഡിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ബേസിക് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു സെഷൻ തന്നെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, ഗ്ലോബൽ മാർക്കറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, ട്രേഡിംഗ് സൈക്കോളജി, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ കവർ ചെയ്തിട്ട് കൊണ്ടുള്ള ക്ലാസ്സുകളാണ്. അടുത്ത ബാച്ചിലേക്ക് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FISഉം DISഉം സെല്ല് ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്നലെ. FIS 526 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIS ആവട്ടെ 238 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിലായിരുന്നു. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.47% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.33% നേട്ടത്തിൽ. ഹോങ്കോങ് മാർക്കറ്റ് ഇപ്പോൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ. തായ്വാൻ മാർക്കറ്റ് 0.82% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 0.13% നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,081 എന്ന നിലയിലാണ്. 90 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 100 മുതൽ 110 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. US ഇറാൻ ആണവ ചർച്ചകൾ പരാജയപ്പെട്ടതും മൂഡീസ് USനെ ഡൗൺഗ്രേഡ് ചെയ്തതിനെ തുടർന്നും ഇന്നലെ ഓയിൽ പ്രൈസുകൾ ചെറിയ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $65.59 പെർ ബാരൽ എന്ന നിലയിൽ 0.09% നേട്ടത്തിലാണ്. WTI ഉള്ളത് $62.21 പെർ ബാരൽ എന്ന നിലയിൽ 0.13% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 25,000 താഴെയായിട്ട് 24,945 74 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 25,000 മുകളിലായിട്ട് ഇനി ക്ലോസ് ചെയ്യാൻ സാധിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പോസിറ്റിവിറ്റി നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കൺഫർമേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നിഫ്റ്റിക്ക് 25,200 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് ഒക്കെ വീക്ക്ലി ബേസിസിൽ വെക്കാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ 25,500 മുതൽ 700 വരെയുള്ള ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഡൗൺ സൈഡിൽ ഇനി ക്രൂഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,850 മുതൽ 24,800 വരെയുള്ള ലെവലാണ്. ഇപ്പോഴത്തെ ഈ അപ്സൈഡ് മൊമെൻറ്റം കണ്ടിന്യൂ ആകുന്നു എന്നത് നമുക്ക് കൺഫേം ചെയ്യാൻ 25,112 കൂടി അപ്സൈഡിൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വ്യാഴാഴ്ചത്തെ ഹൈ ആയിട്ടുള്ള ലെവലാണത്. കൂടാതെ വ്യാഴാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ ഒരു റിവേഴ്സൽ സൈനിൻ്റെയൊക്കെ സൂചനകളായിട്ട് നമുക്കതിനെ കാണാവുന്നതാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 26,000, അതിനുശേഷം 25,000 സ്ട്രൈക്ക്, അതിനുശേഷം 25,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,500 സ്ട്രൈക്ക്, അതിനുശേഷം 25,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്.
24,900 സ്ട്രൈക്കിൽ 44% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 123% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,850 സ്ട്രൈക്കിൽ 64% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 92% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,980 സ്ട്രൈക്കിൽ 44% തന്നെ വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ്. കോൾ സൈഡിൽ 224% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,420 66 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് 55,420 എന്ന ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ഒരു വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഇന്നലെ അതിന് മുകളിലായിട്ട് ട്രേഡ് ചെയ്തെങ്കിലും ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചില്ല. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,500-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 17.36-ൽ 4.86% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. തുടർച്ചയായിട്ടുള്ള 5 ദിവസത്തെ ഇടിവിന് ശേഷമുള്ള ഒരു റിക്കവറി കൂടിയായിരുന്നു ഇന്നലെ ഇന്ത്യ വിക്സിൽ കണ്ടത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി പിൻ ചെയ്തിട്ടുണ്ട്. അതിലും മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ എഡ്യൂക്കേഷൻ വ്യൂസ് കൊടുക്കുന്ന ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്. ഇന്നിവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.